നമ്മളൊക്കെ വെനം സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു ടേമാണ് സിംബിയോട്ട് എന്ന് പറയുന്നത്. സിംബിയോട്ട് എന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസമായിട്ട് ബയോളജിക്കലി ഇൻറ്ററാക്ട് ചെയ്തിട്ട് ഒരേ സമയം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്രതിഭാസത്തെയാണ്. നമ്മൾ ഈ സിനിമ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാണ് അതൊരു ഫിക്ഷണൽ സംഗതിയാണ് എന്നുള്ളത്. പക്ഷേ ഒരിക്കലുമല്ല. നമുക്ക് നേച്ചറിൽ ഇങ്ങനെയുള്ള സിംബിയോസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയുള്ള പുള്ളികൾ നിങ്ങൾ പാറകളിലും മറ്റും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയുടെ പേരാണ് ലിച്ചൻസ്. സിംബിയോസിസിന് പ്രകൃതിയിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ഇവ. ഫംഗസും ആൽഗയും സഹകരിച്ച് ജീവിക്കുന്ന ജീവവ്യവസ്ഥകളാണ് ലിച്ചനുകൾ. സയനോബാക്ടീരിയകളും ഇതിൽ കാണാറുണ്ട്. ഇതിലെ ഓരോ അംഗത്തിനും അതിൻ്റെതായ കടമയുണ്ട്. നിങ്ങൾ ഇതിനെ ഒരു വീടായി സങ്കല്പിച്ചാൽ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതും സുരക്ഷ കൊടുക്കുന്നതുമായ ചുവരുകളാണ് ഫംഗസുകൾ. വീടിന് വേണ്ട എനർജി ഉൽപ്പാദിപ്പിക്കുന്ന അടുക്കളകളാണ് ആൽഗകളും സൈനോബാക്ടീരിയയും. ഈ ജീവവ്യവസ്ഥയ്ക്ക് വേണ്ട വെള്ളം ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിച്ച് ഫംഗസ് ശേഖരിക്കുന്നു. പാറകളിലല്ലാതെ മരങ്ങളിലും നമുക്ക് ഇവയെ കാണാൻ കഴിയാറുണ്ട്. ഇവയുടെ സാന്നിധ്യം അത് നിൽക്കുന്ന സ്ഥലത്തെ വായു മികച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ പുഴയിൽ പല നിറങ്ങളിലും വലുപ്പത്തിലുമുള്ള ലിച്ചനുകൾ കാണാറുണ്ട്. ഭൂമിയിൽ ഏറെക്കുറെ എല്ലാ കാലാവസ്ഥയിലും അതിജീവിക്കാൻ കഴിയുന്നവരാണിവ. എന്തിനു പറയുന്നു, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വരെ ഇവയെ നമുക്ക് വളർത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം സിമ്പിളാണ്, ഒരുമിച്ച് നിന്നാൽ നമ്മൾ 10 മടങ്ങ് ശക്തരാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല ശാസ്ത്ര പുരോഗതിയുടെയും അല്ലെങ്കിൽ ഇതുപോലത്തുള്ള സയൻസ് ഫിക്ഷൻ്റെയും ഒക്കെ ആധാരം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഇതുപോലുള്ള റെഫറൻസുകളാണ്. അങ്ങനെ റെഫറൻസുകൾ എടുക്കുന്ന വഴി സയന്റിഫിക്കലി ഇത് പോസിബിൾ അല്ല എന്നുള്ള വാദങ്ങളെ അവർക്ക് തകർക്കാൻ പറ്റുന്നു. കാരണം അവർക്കൊരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാനുണ്ട്.